ഹലോ മേക്കപ്പ് സീരീസ് പാർട്ട് 3. എന്നെ കാണുമ്പം ഉറക്കത്തിൽ എണ്ണീറ്റ് വയ്യാത്ത പിള്ളേരെ പോലെ ഇരിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യേണ്ട, എനിക്ക് വയ്യ സത്യത്തിൽ, അതുകൊണ്ട് നമുക്കത് മൈൻഡ് ചെയ്യേണ്ട. ഇന്നത്തെ വീഡിയോ മേക്കപ്പ് സീരീസ് പാർട്ട് 3 ആണ്. ബാക്കി പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറി കാണാൻ ഞാൻ റിലേറ്റഡ് വീഡിയോ താഴെ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 2ൽ നമ്മൾ എങ്ങനെയാണ് പ്രൈമർ യൂസ് ചെയ്യുന്നതെന്നായിരുന്നു. അപ്പം സ്കിൻ കെയർസും പ്രൈമറും യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഫൗണ്ടേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. ഫൗണ്ടേഷൻ നമ്മൾ വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇപ്പോഴും തെറ്റാറുണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ വേറെ ഷെയ്ഡായിട്ട് മാറിപ്പോകാറുണ്ട്. എനിക്ക് അബദ്ധത്തിൽ എൻ്റെ ഷെയ്ഡ് കിട്ടിയതാണ് സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങൾ മാക്സിമം പോയി വാങ്ങിക്കാനായിട്ട് നോക്കുക. അല്ല ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ കുറേ യൂട്യൂബ് വീഡിയോസ് പിന്നെ ഗൂഗിൾ ഒക്കെ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. എൻ്റെ സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ബ്ലൂ ഹാൻഡിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം കേട്ടോ. സോ ഇതിന് മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹാൻഡിൻ്റെ ഫൗണ്ടേഷനാണ്. പിന്നെ എനിക്ക് ആക്ച്വലി സ്കിൻ കെയർസ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അത് സ്കിൻ കെയർസ് വാങ്ങിച്ചപ്പോൾ എനിക്ക് സ്മിട്ടണിൽ നിന്ന് ഫ്രീ കിട്ടിയതാണ്. ഇത് എൻ്റെ ഷെയ്ഡാണ്. അബദ്ധത്തിൽ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ ഷെയ്ഡ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഷെയ്ഡും ഇത് 04 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ഞാൻ കുറേ നോക്കിയായിരുന്നു, ബട്ട് അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. ഞാൻ കിട്ടുകയാണെങ്കിൽ ലിങ്ക് കൊടുത്ത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രൈമർ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞാണ് ഫൗണ്ടേഷൻ. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഭയങ്കര പ്രോ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കര ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം വിയർത്ത് കഴിഞ്ഞാൽ ആ കൂടെ കുളമായിട്ടിരിക്കും. അപ്പോൾ ഞാൻ അത്ര പ്രോ ഒന്നുമല്ല. അപ്പം ഞാൻ മെയിൻലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഭയങ്കര പുട്ടി അടിച്ച പോലെ ഇടരുത്. ഞാൻ ആക്ച്വലി പുട്ടി അടിച്ച പോലെ എനിക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഞാൻ കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും എടുക്കുക, ബട്ട് പുട്ടി അടിച്ച പോലെ ആവാറുണ്ട്. ഇതാണ് ട്യൂബ്. ഇത് ആക്ച്വലി നമുക്ക് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് മതി. നമുക്ക് ഒരു 3 ഡോട്ട് 2 ഡോട്ട് 1 ഡോട്ട് അങ്ങനെ ഒരു കണക്ക് ഓഫ് ഡോട്ട് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡോട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ 3 ഡോട്ടാണ്. 1 2 3 അതുപോലെ ഇപ്പുറത്തും 3. അടുത്തത് 1 2 3. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്യണം. നമ്മളിങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാതെ ജസ്റ്റ് ഇതുപോലെ 3 3 2 1 ഇതുപോലെ ഓരോ ഡോട്ടായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒത്തിരി ആവില്ല. ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഈ ബ്രഷൊക്കെ കൊണ്ട് ചെയ്യുമ്പം എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ കൈയാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഓവറായിട്ട് വരില്ല. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ. ബ്രഷും ഈ സ്പോഞ്ചില്ലേ മറ്റേ ബ്ലെൻഡർ അതുകൊണ്ടൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് ഓവറായിട്ട് നമ്മൾ ഇട്ടിട്ടുമില്ല, പക്ഷേ നമ്മൾ ഇട്ടിട്ടുമുണ്ട്. ഓക്കെ, കണ്ടോ, നമുക്ക് ഓവർ